എനിക്ക് അത്രയ്ക്ക് കോൺഫിഡൻസ് ഉണ്ട്. എൻ്റെ അടുത്ത് ഇലക്ഷൻ വർക്ക് തുടങ്ങിയോ എന്ന് ചില ആൾക്ക് ചോദിച്ചു. ഞാൻ പറഞ്ഞ 6 വർഷം മുമ്പേ തുടങ്ങുന്നു. ഇനി അടുത്ത 5 വർഷം കൊണ്ട് ഇതെല്ലാം പൂർത്തീകരിക്കാൻ പറ്റും. അതിന് LDF സർക്കാർ വരണം. ഒരു ഭരണ തുടർച്ച വന്നതുകൊണ്ടാണ് ഈ നേട്ടങ്ങളൊക്കെ ഉണ്ടായത്. ഇല്ലെങ്കിൽ നടക്കും. പക്ഷെ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് പറയുന്നു, അങ്ങനെയുണ്ടോ? അങ്ങനെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഇപ്പോൾ നമ്മൾ MLA മാരൊക്കെ കൊള്ളാം, മുഖ്യമന്ത്രി കൊള്ളൂല. അതെന്ത് വർത്തമാനോ? അപ്പോൾ ഇത് ബോധപൂർവം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ചില കാര്യങ്ങളാണ്. മുഖ്യമന്ത്രി മാത്രം കൊള്ളൂല, ബാക്കി എല്ലാവരും കൊള്ളാം. അപ്പം അത് അദ്ദേഹത്തിനെ ടാർഗറ്റ് ചെയ്തത്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തിയാണ് ഇത്തരം പരിപാടികളൊക്കെ വിജയിപ്പിക്കാൻ ഗുണകരമായത്. ഗവൺമെൻറ് ഐക്യത്തോടു കൂടി പോകുന്നു, മന്ത്രിമാർ തമ്മിൽ ഭിന്നതയില്ല. അതൊക്കെ മുഖ്യമന്ത്രിയുടെ നേട്ടമല്ലേ? അപ്പോൾ ബോധപൂർവമായിട്ടുള്ള ചില നരേറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഞങ്ങളതൊന്നും നോക്കുന്നില്ല. MLA മാർ കൊള്ളാമെങ്കിൽ മുഖ്യമന്ത്രിയും കൊള്ളാം, മുഖ്യമന്ത്രി കൊള്ളാമെന്നുള്ളതാണ് ഞങ്ങളും നന്നായത്. ഞങ്ങൾക്ക് ഇത്രയും രൂപയുടെ പിൻബലവും പദ്ധതികൾ നടപ്പാക്കാനുള്ള ആർജവും ഒക്കെ അദ്ദേഹം കാട്ടിയത് കൊണ്ടാണ് ഇതൊക്കെ നടന്നത്. എല്ലാം രാഷ്ട്രീയം കലർത്തുകയാണ്. കുടിവെള്ളം ഇല്ലാതായ പറയും അത് ഗവൺമെന്റ് മുടക്കിയതാണ്. പൊങ്കാല കുളമായ പറയും അത് LDFന്റെ ആളുകൾ ഇരുന്നുകൊണ്ട് കുഴപ്പമുണ്ടാക്കിയാണെന്ന് പറയും. ഇതല്ലാതെ വേറെ നടക്കുന്നില്ലല്ലോ. അത് ഉറപ്പാണ്. അതാണ് അനുഭവങ്ങളിൽ നിന്നും. കാരണം BJP വന്നാൽ എന്തെങ്കിലും നടക്കുമെന്നുള്ള ഒരു ചിന്തയുള്ളവരുണ്ടായിരുന്നു. അവർക്കും കൂടെ ബോധ്യമാവും നടക്കില്ല. ഞാൻ ജനപ്രതിനിധിയായി പെട്ടെന്ന് സുപ്രഭാതത്തിൽ വന്നതല്ല. ഈ പറയുന്നത് പോലെ കോളേജ് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം, യുവജന സംഘടനാ പ്രവർത്തനം, അപ്പൊ നമ്മുടെ ബോർഡിന് മുകളിൽ കൊണ്ട് ബോർഡ് വയ്ക്കുന്നു. അപ്പൊ ഇത് ഇവിടം കൊണ്ട് അവസാനിക്കില്ല എന്ന് എനിക്ക് അപ്പൊ തോന്നി. അപ്പൊ ഇനിയിപ്പോ അതിനെ നിൽക്കേണ്ട കാര്യമില്ല, വിവാദങ്ങൾക്ക് സ്ഥാനം കൊടുക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, ജനങ്ങൾക്ക് അതറിയാം. അപ്പൊ നമ്മളവിടെ വിവാദത്തിന്റെ പുറകെ കടിച്ചു തൂങ്ങി നിൽക്കേണ്ട കാര്യമില്ല. നമ്മൾ മാന്യമായിട്ട് അങ്ങ് ഒഴിവാക്കുകയാണ് ചെയ്തത്. അപ്പൊ അത് ഈ പറയുന്നത് പോലെ ഉർവശി ശാപം ഉപകാരമായി എന്നാണ് കാണേണ്ടത്. നമ്മൾ നിരന്തരം ഇങ്ങനെ രാഷ്ട്രീയക്കാരനായതുകൊണ്ട് ഇന്ന് എന്താണ് മസിൽ പിടിച്ച് വർത്തമാനം പറയുന്നവരായിരിക്കണം എന്ന് പറയേണ്ട ഒരു കാര്യമില്ല. അപ്പൊ അതിന് പറ്റുന്ന ആളുകൾ അതിൽ പ്രതികരിക്കട്ടെ. അതുകൊണ്ടാണ് ബ്രോ എന്നൊരു പേര്. അതെ, നമ്മൾ സ്വാഭാവികമായിട്ടും ഇവരെല്ലാം ഞങ്ങൾക്ക് വേണം. ഈ എല്ലാ പ്രായത്തിലുള്ള ആളുകളുടെയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമസ്കാരം MLA. അപ്പം MLA നമ്മൾ തീരുമാനിക്കാനൊരു കാരണവും കൂടിയുണ്ട്. ഒരു പ്രധാന ചാനലിന്റെ സർവേ നടന്നപ്പോൾ ഇലക്ഷനോടനുബന്ധിച്ച് ഏറ്റവും മികച്ച MLA മാരുടെ മാർക്ക്, ഇപ്പൊ ഹയസ്റ്റ് മാർക്ക് നേടിയ ടോപ്പ് സ്റ്റുഡൻ്റായി നിൽക്കുകയാണ്. അത് എന്താണ് അതിനൊരു കാരണം? ആളുകളെ വെച്ച് വോട്ട് ചെയ്യിപ്പിച്ചതാണോ? അതാ ഇപ്പൊ രണ്ടായി. അവസാന നിമിഷം എന്നാലും ആ ടോപ്പിലുണ്ട്. അത് ആളെ വെച്ച് വോട്ട് ചെയ്ത് ആവില്ലല്ലോ. കാരണം തിരുവനന്തപുരത്ത് നമുക്ക് LDFന് 14-13 ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ മണ്ഡലത്തിലെ ആളുകളും പിന്നെ നമ്മുടെ മേയർ എന്ന നിലയിൽ അറിയാവുന്നവരാണ് കേരളത്തിൽ ഭൂരിഭാഗം ഉള്ളത്. അപ്പൊ അവരൊക്കെ വോട്ട് ചെയ്തിട്ടാവണം, അല്ലാതെ വരാൻ സാധ്യതയില്ലല്ലോ. സ്വാഭാവികമായിട്ടും വട്ടിയൂർക്കാവിലുള്ള ആളുകൾ വോട്ട് ചെയ്ത് കാണണം. പിന്നെ കുറച്ച് നെഗറ്റീവ് വോട്ടും, കാരണം ഇത് ഭൂരിഭാഗം മണ്ഡലങ്ങളിലും LDF MLA മാരായതുകൊണ്ട് അവിടങ്ങളിലുള്ള എതിർ രാഷ്ട്രീയ കക്ഷികൾ സ്വാഭാവികമായിട്ടും ഞാൻ ഏതാണ്ട് ടോപ്പ് പോയിന്റിൽ എത്തിയിട്ട് പിന്നെ മാർക്ക് കുറഞ്ഞു വന്നു. അപ്പൊ അതിന്റെ അർത്ഥം അങ്ങനെ ഒരു ഇടപെടൽ വന്നു എന്നുള്ളതാണ്. എന്തായാലും അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. കേരളത്തിലെ 140 MLA മാരിൽ അങ്ങനെ ഒരു ടോപ്പ് സീറ്റിലേക്ക് വരാൻ വേണ്ടി കഴിഞ്ഞെന്നുള്ളത് സന്തോഷമുള്ളൊരു കാര്യമാണ്. അത് ഒരു ജനങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ കുറെ ജോലി ചെയ്തിട്ടുണ്ടല്ലോ. അല്ല, ഞാനതൊരു തമാശയായി പറഞ്ഞതാണ്. ശരിക്കും വട്ടിയൂർക്കാവിലെ വികസന രേഖ ഞാൻ കുറച്ച് വായിച്ചു. അത് നമുക്ക് അത്ഭുതം തോന്നുന്ന ഒരു പുസ്തകമാണ്. അപ്പൊ നടത്തിയ അത്തരം പ്രവർത്തനങ്ങൾ, ഇപ്പൊ വട്ടിയൂർക്കാവ് മണ്ഡലം കേന്ദ്രീകരിച്ച് 2 ടേം MLA ആയിരുന്നു, 10 വർഷം എന്ന് പറയാനാവില്ലെങ്കിലും. അപ്പോൾ ആ പ്രവർത്തനങ്ങളിൽ ഏറ്റവും സംതൃപ്തി തോന്നിയ ഒരു, ഇപ്പൊ അങ്ങ് ചെയ്ത് പൂർത്തിയാക്കിയത് തന്നെ ആവണമെന്നില്ല, തുടങ്ങി വെച്ചതും ഉണ്ടാവാം. അതെ, നമ്മുടെ മണ്ഡലത്തിൽ നമ്മളൊരു പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കി. ഇപ്പൊ സംസ്ഥാന ഗവൺമെന്റ് ഇപ്പൊ പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കുന്നുണ്ട്. അതേ മാതൃകയിൽ മണ്ഡലത്തിൽ ഞങ്ങൾ പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കി. ഞങ്ങളൊരു 3 വികസന സെമിനാറുകൾ നേരത്തെ നടത്തിയിരുന്നു. ആ സെമിനാറുകളിൽ ആളുകൾ ആവശ്യപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെ, നിലവിൽ അതിൻ്റെ സ്ഥിതി എന്താണ്, നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഏതുവരെയായി, ഇങ്ങനെ 6 വർഷമാണ് നമ്മളിപ്പോൾ ഇത് പൂർത്തീകരിക്കുന്നത്. അപ്പോൾ 6 വർഷം കൊണ്ട് 718 പദ്ധതികളിലായിട്ട് 1685 കോടി രൂപയുടെ വികസനം എന്ന് നമ്മൾ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് 1685 എന്നൊക്കെ പറയുമ്പോൾ ചിലർ അത്ഭുതം കൊള്ളും, ഇതെങ്ങനെയാണ് പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ ലിസ്റ്റ് അടക്കം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ QR കോഡും കൊടുത്തിട്ടുണ്ട്, ആർക്ക് വേണോ അത് പരിശോധിക്കാം. അപ്പോൾ അങ്ങനെ കൃത്യമായി ലിസ്റ്റ് ചെയ്ത് ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കിയ ആദ്യത്തെ നിയോജക മണ്ഡലം വട്ടിയൂർക്കാവായിരിക്കും.
അപ്പോൾ അത് ഞങ്ങൾ നടത്തിയിട്ടുള്ളൊരു പ്രവർത്തനമാണ്. ഞാനത് പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ 1ഉം 2ഉം പിണറായി ഗവൺമെൻറ്റുകളുടെ ഭാഗമാകാൻ കഴിഞ്ഞു എന്നതാണ് ഇത്രയും അധികം പണം നമുക്ക് ലഭിക്കാനിടയായത്. ഇപ്പോൾ നേരത്തെ ഇവിടെ ചോദിച്ചതുപോലെ ഏറ്റവും വലിയ പ്രോജക്റ്റുകൾ എടുത്തിരിക്കുന്നത് ഇപ്പോൾ വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനം. എത്രയോ നാളുകളായി ഇവിടുത്തെ ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാവരും ഞങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പോകുന്നതെല്ലാം നടക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ കിഫ്ബി വഴി പണം നമുക്ക് കിട്ടി. അതിപ്പോൾ യാഥാർത്ഥ്യമായി. കഴിഞ്ഞ 22-ാം തീയതി മുഖ്യമന്ത്രി വന്ന് നിർമ്മാണോദ്ഘാടനം നടത്തി. കിഫ്ബിയാണ് അതിനൊരു വലിയ അതെ, ഏതാണ്ട് ഈ 1685 ഞാൻ പറഞ്ഞതിൽ 1300 കോടിയോളം കിഫ്ബിയുടെ പണമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നടന്നത്. അത് വട്ടിയൂർക്കാവിൽ മാത്രമല്ല, കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള 140 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലും കാലാകാലങ്ങളിൽ ജനപ്രതിനിധികൾ ആഗ്രഹിച്ച സ്വപ്ന തുല്യമായ പദ്ധതികൾ യാഥാർത്ഥ്യമാകുന്നു. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ആ പണം ഇല്ലാത്തത് കൊണ്ടാണ് നേരത്തെ നടക്കാതെ പോയത്. നേരത്തെ ഇരുന്ന ജനപ്രതിനിധികൾക്ക് ആഗ്രഹമില്ലാത്തതുകൊണ്ട്, അവർക്ക് കഴിയാത്തതുകൊണ്ടൊന്നുമല്ല, പണമില്ല. അതുകൊണ്ട് പരിമിതമായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്തു പോയി എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഇപ്പോൾ ആ ഒരു കുറവ് ഗവൺമെന്റ് പരിഹരിച്ചു. അതുകൊണ്ട് 1,10,000 കോടി രൂപയുടെ പദ്ധതികൾക്ക് സഹായം കിട്ടി, യാഥാർത്ഥ്യമാകുന്നു. പറച്ചിൽ മാത്രമല്ല, മലർപ്പൊടിക്കാരന്റെ സ്വപ്നമെന്നാണ് കിഫ്ബി തുടങ്ങിയപ്പോൾ ചിലർ ആക്ഷേപിച്ചത്. പക്ഷെ ഇപ്പോൾ കാണുന്നത് എന്താ? ഇപ്പോൾ ഞാൻ എൻ്റെ ഉദാഹരണം പറഞ്ഞു, വട്ടിയൂർക്കാവിലെ മേൽപ്പാലം, പേർക്കടയുടെ മേൽപ്പാലം, ജനറൽ ആശുപത്രിയുടെ മാസ്റ്റർ പ്ലാൻ, ഇങ്ങനെയുള്ള പദ്ധതികൾ ഓരോന്നോരോന്നായിട്ട് യാഥാർത്ഥ്യമാവുകയാണ്. സ്വാഭാവികമായിട്ടും ഇത്തരം വൻകിട പദ്ധതികൾ എടുക്കുമ്പോൾ സ്ഥലമേറ്റെടുക്കൽ ഉൾപ്പെടെ വലിയ കാലതാമസം ഉണ്ടാകും. അതുൾപ്പെടെ നമ്മൾ പരിഹരിച്ചു. വട്ടിയൂർക്കാവിൽ ഏതാണ്ട് 3.5 വർഷം കൊണ്ട് ലാൻഡ് അക്വിസിഷൻ പൂർത്തീകരിച്ചു. പണം മുഴുവനായിട്ട് കൊടുത്തു. അപ്പോൾ പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ ലാൻഡ് എടുത്തു കഴിഞ്ഞാൽ എത്ര വർഷം കാത്തിരുന്നാലായിരിക്കും പൈസ കിട്ടുക. ഇപ്പോൾ 3.5 വർഷം കൊണ്ട് മുഴുവൻ പൈസയും, അതും ഏറ്റവും ഏതാണ്ട് 36 ലക്ഷം രൂപയാണ് ഒരു സെന്റിന് നമ്മൾ നൽകിയത്. അത്രയും ഉയർന്ന നഷ്ടപരിഹാരം ഗവൺമെന്റ് കൊടുത്തിട്ടാണ് വസ്തു ഏറ്റെടുത്തത്. അതുകൊണ്ട് കലാപങ്ങളില്ല, പ്രതിഷേധങ്ങളില്ല. അപ്പൊ അങ്ങനെ വളരെ സ്വസ്ഥമായി ജനങ്ങൾക്ക് ശല്യപ്പെടുത്താതെ തന്നെ വികസനത്തിന്റെ ഭൂമി ഏറ്റെടുത്തു. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ആരുടെയും കണ്ണീര് വീഴാതെ വികസനം നടത്തണം. അതിനാണ് ഗവൺമെന്റ് ഇങ്ങനെ ഒരു സഹായം ചെയ്തത്. അതുകൊണ്ട് ഇത് യാഥാർത്ഥ്യമായി എന്നുള്ളതാണ്. ഇപ്പോൾ ഗവൺമെന്റിന്റെ അങ്ങ് LDFന്റെ ഭാഗമാണ്. LDFന്റെ ഗവൺമെന്റ് ഇരിക്കുമ്പോൾ നിരവധി ക്ഷേമ പ്രവർത്തനങ്ങളാണല്ലോ ഈ ഗവൺമെന്റ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം തെരഞ്ഞെടുപ്പിനോടടുത്ത്. ഈ കഴിഞ്ഞ കാലഘട്ടത്തിലെ ക്ഷേമ പ്രവർത്തനത്തിൽ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും സഹായമായി എന്ന് അങ്ങേക്ക് നേരിട്ട് ബോധ്യമുള്ള ഒന്ന് എടുത്തു പറയാനാണെങ്കിൽ? ഇപ്പം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, ഇപ്പം എനിക്ക് തോന്നുന്നു വട്ടിയൂർക്കാവ് നിയമസഭാ നിയോജക മണ്ഡലത്തിലെ ഏതാണ്ട് 1300 ആളുകൾക്കാണ് 3-3.5 കോടി രൂപ നമ്മൾ വിതരണം ചെയ്തിരിക്കുന്നത്. അത് 5000 രൂപ മുതൽ ഏതാണ്ട് 3 ലക്ഷം രൂപ വരെയുള്ള തുക, അസുഖത്തിന് ഡോക്ടർമാർക്ക് കുറിച്ച് നൽകുന്ന തുകയ്ക്കനുസരിച്ച് ആനുപാതികമായിട്ടാണ് ഇത് വിതരണം ചെയ്യുക. അപ്പോൾ ഇത്രയും പേർക്ക് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞു. അപ്പോൾ അതൊരു ചെറിയ കാര്യമല്ല. നമുക്ക് അവർക്ക് നേരിട്ട് ചിലപ്പോൾ എന്ത് സഹായം ചെയ്യാൻ പറ്റും. അപ്പോൾ അവരുടെ ബന്ധുക്കളോ നാട്ടുകാരോ പോലും കൊടുക്കാത്ത നിലയിലേക്കുള്ള ഒരു സഹായം ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുകയാണ്. അതും ഈ പറഞ്ഞ കണക്ക് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ രേഖകളും ഉണ്ടെങ്കിൽ 1-2 മാസത്തിനകത്ത് അക്കൗണ്ടിലേക്ക് പൈസ പോവുകയാണ്. ഇടയ്ക്ക് ഒരു ഇടനിലയില്ല, ഓഫീസുകളിൽ കയറി ഇറങ്ങണ്ട, ആരുടെയും പിന്നാലെ അടക്കണ്ട. അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ 2 മാസം പ്രോപ്പർ രേഖകളുണ്ടെങ്കിൽ അക്കൗണ്ടിൽ പൈസ വരികയാണ്. അപ്പോൾ ഇങ്ങനെ വളരെ കൃത്യമായിട്ടുള്ള സഹായം ജനങ്ങൾക്ക് ലഭ്യമായി എന്നുള്ളതാണ്. അല്ലാത്ത ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. പക്ഷെ നമുക്ക് ഈ 1300 പേരെ വ്യക്തിപരമായി സഹായിക്കാൻ കഴിയുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ലല്ലോ. അപ്പൊ അത് മണ്ഡലത്തിലെ വലിയ അനുഭവങ്ങൾ പറയാറുണ്ട്. പണ്ടൊക്കെ ആരും ഇത് പറയൂലല്ലോ, പൈസ കിട്ടിയ ആരും പറയൂല. അപ്പൊ അത് ഇവിടെ ഇപ്പൊ അങ്ങനെ ഒരു അനുഭവം ഇല്ല. പലരും വന്ന് സന്തോഷം പങ്കുവയ്ക്കുകയാണ്. കാരണം അവര് പ്രതീക്ഷിക്കുന്നില്ല. കൃത്യം 2 മാസം കഴിയുമ്പോൾ 25,000 കിട്ടിയ മക്കളെ, അല്ലെങ്കിൽ 15,000 കിട്ടിയ മക്കളെ, 3 ലക്ഷം കിട്ടിയ മക്കളെ എന്ന് വന്ന് അമ്മമാര് പറയുന്നുണ്ട്. അപ്പൊ അത് അവരുടെ മനസ്സിൽ പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു സഹായമാണ്. 2000 രൂപയ്ക്ക് വേണ്ടി കയറി ഇറങ്ങിയ ഒരു കാലമുണ്ടല്ലോ. അപ്പൊ അതല്ല ഇപ്പൊ സംഭവിക്കുന്നത്. അവർക്ക് ഒരിടത്തും പോകണ്ട. ഓഫീസിൽ വന്നിട്ട് അക്ഷയ സെന്റർ നേരിട്ടോ അല്ലെങ്കിൽ MLA ഓഫീസിൽ വന്നാൽ മതി, അവിടെ കൊണ്ട് തന്നാൽ മതി. ഞങ്ങൾ തന്നെ അത് അപ്ലോഡ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുകയാണ്. അതിന്റെ എൻക്വയറി കഴിഞ്ഞ് പണം അനുവദിക്കുകയാണ്. MLA ഓഫീസിന്റെ കാര്യം സൂചിപ്പിച്ചത് കൊണ്ടാണ് ഇപ്പൊ MLAയുടെ പേരിൽ ഏറ്റവും കൂടുതൽ കേട്ടത് MLA ഓഫീസിന്റെ കാര്യമാണ്. അല്ലെങ്കിൽ ഒരു MLA ഓഫീസ് എന്ന് കേട്ടാൽ അങ്ങയുടെ പേരാണ്. ആ ഓഫീസ് വിവാദം എന്താണ്? അങ്ങേ അസ്വസ്ഥപ്പെടുത്തിയോ? ഒന്ന് ദേഷ്യം വന്നോ? ആദ്യം വന്നായിരുന്നു, പക്ഷെ അത് പിന്നീട് വലിയ ഹൈപ്പായി. അപ്പൊ MLAക്ക് കുറച്ച് ഗുണമായി എന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പൊ അത് അക്ഷരാർത്ഥത്തിൽ അങ്ങനെയാണ്. കാരണം ഒരു ചെറിയ സ്ഥലത്താണ് നമ്മൾ MLA ഓഫീസ് പ്രവർത്തിപ്പിച്ചത്. ഈ 10,300 ആളുകളുടെ നേരിട്ട് സഹായം കിട്ടി കഥ പറഞ്ഞല്ലോ. ഇതിന് പുറമെ എത്ര ആളുകൾ വരും? അപ്പോൾ ഒരു 10-15,000 ആളുകളെങ്കിലും ഈ ഓഫീസിനെ കേന്ദ്രീകരിച്ച് കാര്യങ്ങൾ നടത്തിയിട്ടുണ്ടെന്നുള്ളത് വേണം കാണാൻ. അപ്പോൾ പരിമിതമായ സ്ഥലത്താണ് നടത്തിയത്. ഇപ്പോൾ കുറച്ച് വിശാലമായി മാറാൻ കഴിയും.
അപ്പൊ അത് ഈ പറയുന്നത് പോലെ ഉർവശി ശാപം ഉപകാരമായി എന്നാണ് കാണേണ്ടത്. ശരി, ഇപ്പൊ ആ അസ്വസ്ഥത മാറി, ഇപ്പൊ അസ്വസ്ഥത ഓഫീസ് മാറി മാറിയെങ്കിലും കുറച്ചുകൂടി വിപുലമായ സൗകര്യങ്ങളിലേക്ക് മാറാൻ കഴിഞ്ഞു. ആ പരിമിതമായ സ്ഥലത്ത് നിന്നും ഇപ്പോൾ അത്യാവശ്യം ആളുകൾക്ക് ഇരിക്കാനും വാഹനം പാർക്ക് ചെയ്യാനും വരുന്നവർക്ക് സ്റ്റാഫിനൊക്കെ ഇരിക്കാൻ വലിയ പറ്റുന്ന ഉദ്ഘാടനമൊക്കെ നടന്നു. വലിയ ഫ്രീ ആയിട്ടൊരു അഡ്വർടൈസ്മെന്റ് നമുക്ക് കിട്ടി. അപ്പൊ അങ്ങനെ ഒരു ഗുണമുണ്ടായി. യഥാർത്ഥത്തിൽ അങ്ങനെ ആഗ്രഹിച്ചിരുന്നതല്ല. അപ്പോൾ നമ്മൾ പിന്നീട് ആദ്യം ഞാനത് പറ്റില്ലെന്ന് പറഞ്ഞെങ്കിൽ പോലും പിന്നീട് ആലോചിച്ചപ്പോൾ പലരും ഇതാണ് നല്ലത് എന്നുള്ളൊരു അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പൊ നമ്മുടെ ബോർഡിന് മുകളിൽ കൊണ്ട് ബോർഡ് വയ്ക്കുന്നു. അപ്പൊ ഇത് ഇവിടം കൊണ്ട് അവസാനിക്കില്ല എന്ന് എനിക്ക് അപ്പൊ തോന്നി. അപ്പൊ ഇനിയിപ്പോ അതിനെ നിൽക്കേണ്ട കാര്യമില്ല, വിവാദങ്ങൾക്ക് സ്ഥാനം കൊടുക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, ജനങ്ങൾക്ക് അതറിയാം. അപ്പൊ നമ്മളവിടെ വിവാദത്തിന്റെ പുറകെ കടിച്ചു തൂങ്ങി നിൽക്കേണ്ട കാര്യമില്ല. നമ്മൾ മാന്യമായിട്ട് അങ്ങ് ഒഴിവാക്കുകയാണ് ചെയ്തത്. ഇത് ഗുണമായി എന്ന് ഇപ്പൊ എല്ലാവരും അംഗീകരിക്കുന്നു. ഇപ്പൊ എം എൽ എ ഞാൻ പറയുമ്പോഴും പലരും ഇപ്പോഴും മേയർ ബ്രോ എന്നാണ് വിളിക്കുന്നത്. അങ്ങ് ഒരു പ്രോബ്ലം സോൾവർ ആണ് എന്ന് പറയാറുണ്ട്. ഇപ്പൊ സെന്റ് സേവിയേഴ്സിൽ പഠിക്കുമ്പോൾ വിദ്യാർത്ഥികൾക്കിടയിൽ വലിയ സംഘർഷാവസ്ഥ ഉണ്ടാകുന്ന സാഹചര്യത്തിലും അങ്ങ് സംസാരിച്ചൊതുക്കി തീർക്കുന്ന ഒരു രീതിയുണ്ട്. വലിയ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ വിരുദ്ധ അഭിപ്രായങ്ങൾ ഉള്ളവരെ കൂടി അനുനയിപ്പിച്ചുകൊണ്ട് ചില തീരുമാനങ്ങൾ. എന്താണ് ആ ടെക്നിക്ക് അങ്ങേക്ക് എങ്ങനെ കിട്ടി? അത് തദ്ദേശ ഭരണത്തിൽ നിന്ന് ലഭിച്ചതാണ്? അല്ല, ഞാൻ 1ാം ക്ലാസ് മുതൽ പഠിച്ചു വന്നതാണ്. ഞാൻ പറഞ്ഞത് ഞാൻ ജനപ്രതിനിധിയായി പെട്ടെന്ന് സുപ്രഭാതത്തിൽ വന്നതല്ല. ഈ പറയുന്നത് പോലെ കോളേജ് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം, യുവജന സംഘടനാ പ്രവർത്തനം, അത് കഴിഞ്ഞ് നേരെ പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി ആയി, ബൂത്ത് സെക്രട്ടറി ആയി, ലോക്കൽ ഭാരവാഹിയായി, പഞ്ചായത്ത് മെമ്പറായി, പിന്നെ കൗൺസിലറായി. ആദ്യമായി ഏത് പ്രായത്തിലാണ്? അത് എനിക്ക് തോന്നുന്നു 21-22 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് കഴക്കൂട്ടം ഗ്രാമപഞ്ചായത്തിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ, എനിക്ക് തോന്നുന്നു അന്ന് ഞാൻ തന്നെയായിരുന്നു ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് മെമ്പർ. അങ്ങനെ 5 വർഷമായ എക്സ്പീരിയൻസ് ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞ 1ാം ക്ലാസ് മുതലുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അതാണ് പലപ്പോഴും ഗുണകരമായി മാറുന്നത്. ഇപ്പോൾ കോളേജ് രംഗത്ത് അന്ന് മദ്യപാനമൊക്കെ ഉണ്ടല്ലോ. ഇപ്പോഴാണല്ലോ ഡ്രഗ്സിന്റെ കഥകളൊക്കെ പറയുന്നത്. അന്ന് മദ്യപാനം പ്രധാനപ്പെട്ട സംഗതി. അപ്പോൾ പരിപാടിയൊക്കെ നടക്കുമ്പോൾ മദ്യപിച്ചൊക്കെ വരുന്ന ആളുകളുണ്ടാകും. അപ്പോൾ അവരെയൊക്കെ സോൾവ് ചെയ്യുക, സംഘർഷങ്ങൾ ഒഴിവാക്കുക, ഇങ്ങനെയൊക്കെ ഇടപെട്ട് അന്ന് വിദ്യാർത്ഥി സംഘടനാ രംഗത്ത് നിന്ന് ലഭിച്ചിട്ടുള്ള അനുഭവമാണ്. KSUവിന് ആധിപത്യമുള്ള ഒരു ക്യാമ്പസ് ആയിരുന്നു. അവിടെ നിന്ന് അടി കിട്ടാതെ പോയത് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അതെ, എസ് എഫ് ഐയുടെ കൂട്ടത്തില് അത് ഈ പറഞ്ഞ രീതിയിൽ. പിന്നെ നമ്മളത് സെക്കൻഡ് ഇയർ വന്നപ്പോൾ, പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ ആയപ്പോൾ കോളേജ് SFI പിടിക്കുക, പിന്നെ തുടർച്ചയായിട്ട് SFI തന്നെയാണ്. അപ്പൊ അങ്ങനെ എത്തിക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞു. പിന്നീട് ഇങ്ങോട്ട് നാട്ടിലേക്ക് വന്നപ്പോൾ പഞ്ചായത്ത് മെമ്പറായി. അവിടെ നിന്ന് നല്ല അനുഭവം കിട്ടി. ആ അനുഭവങ്ങളാണ് മേയറായി തിളങ്ങിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ. അപ്പോൾ ആ ഒരു ഇടപെടലിന് സഹായിച്ചത്. ഇപ്പൊ MLA ആയിരിക്കുമ്പോൾ ഈ 2 അനുഭവങ്ങളും തീർച്ചയായിട്ടും ഇവിടെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഉദ്യോഗസ്ഥന്മാരെയും തലസ്ഥാന നഗരത്തിലെ പ്രധാനപ്പെട്ട ആളുകളെയും ഒക്കെ അറിയാനും അതിനെ ഉപയോഗപ്പെടുത്തി MLA സ്ഥാനത്ത് ഇടപെടാനും കഴിയുന്നുണ്ട്. കുറെ കാര്യങ്ങൾ നടന്നത് അങ്ങനെയാണ്. നമ്മളൊന്ന് വിളിച്ചു പറഞ്ഞാൽ മതി, അവർക്കറിയാമല്ലോ. അപ്പൊ ആ നിലയിലൊന്ന് ഇടപെടാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടി. അതാണ് ഒരു ഗുണമായത് എനിക്ക് തോന്നുന്നു. അപ്പൊ ആ മേയറായി തിളങ്ങിയതിൽ അങ്ങൊരു സംശയം പറഞ്ഞ് അങ്ങേക്ക് തന്നെ അറിയുന്ന കാര്യവുമാണ്, അതെന്താണ്? അല്ല, ഞാനിപ്പോ MLA എന്ന് പറയുന്നതിനേക്കാളും ഇപ്പോഴും പലരും കാണുമ്പോ മേയർ ഒന്നും, മേയർ ബ്രോ എന്ന് വേറൊരാളും. അപ്പൊ അത് ഇപ്പോഴും മായുന്നില്ല. അപ്പൊ അത് സന്തോഷമുള്ള ഒരു കാര്യമാണ്. നമ്മളൊരു സ്ഥാനത്തിരുന്ന് അതിനൊരു അപ്രീസിയേഷൻ കിട്ടുക. MLA ആയിട്ടും എന്നെ മേയറായിട്ടാണോ ഇപ്പോഴും? അല്ല, അത് എനിക്ക് തോന്നുന്നു അത് അങ്ങനെ വിളിക്കുന്നതിൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം തലസ്ഥാന നഗരത്തിന്റെ ഒരു മേയർ എന്ന നിലയിലാണ് നേരത്തെ പറഞ്ഞ വോട്ടിങ്ങിൽ ഉൾപ്പെടെ കണ്ടത് അതാണ്. ആ മേയറായിരുന്നപ്പോൾ പ്രളയ സമയത്തും വെള്ളപ്പൊക്ക സമയത്തും ഒക്കെ ഇടപെട്ടത് കാരണം മലപ്പുറത്തുനിന്നും വയനാട്ടിൽ നിന്നും ഇടുക്കിയിൽ നിന്നും ഒക്കെ നമുക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവും. അവരൊക്കെ 2 ഇലക്ഷൻ സമയത്ത് വോട്ട് പിടിക്കുന്നതിന് വേണ്ടി ക്യാമ്പയിന് വേണ്ടി ഇവിടെ വന്നു. ഇപ്പൊ നിലമ്പൂരിലെ നൗഷാദ്, അദ്ദേഹത്തിന്റെ കടയിലെ വസ്ത്രങ്ങളാണ് ആളുകൾക്ക് സൗജന്യമായിട്ട് കൊടുത്തത്. ആ നൗഷാദ് പോലും ഇവിടെ വന്ന് വോട്ട് പിടിക്കാൻ വന്നു. അപ്പൊ അങ്ങനെയുള്ളൊരു ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പൊ അത് മേയർ സ്ഥാനത്തിരുന്ന് നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾക്കുള്ളൊരു അംഗീകാരമാണ്. അതുകൊണ്ട് അങ്ങനെ വിളിക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ. ഇപ്പൊ മേയറായിരുന്ന ഒരാളെന്ന നിലയിൽ ഇപ്പൊ ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞു, വലിയ ഒരു ഉത്സവം എന്ന നിലയിൽ നമുക്ക് തിരുവനന്തപുരം നഗരസഭയ്ക്ക് അഭിമാനിക്കാൻ കഴിയുന്നത് എക്കാലവും അതിന്റെ നടത്തിപ്പിനെ സംബന്ധിച്ചാണ്. അപ്പൊ ഫെസിലിറ്റേറ്ററായി എക്കാലവും നിന്നിട്ടുള്ള നഗരസഭയിൽ ഇത്തവണ
ഒരു വീഴ്ച വന്നതായാണ് ചർച്ച വരുന്നത്. മന്ത്രി തന്നെ റിപ്പോർട്ട് ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ശുചീകരണത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഈ ഇപ്പോൾ ഇഷ്ടികയുടെയും ഒക്കെ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. രാഷ്ട്രീയത്തിന് അതീതമായി നഗരസഭയ്ക്ക് അങ്ങനെ ഒരു വീഴ്ച വന്നതായി അങ്ങ് കാണുന്നുണ്ടോ? അല്ലെങ്കിൽ എന്താണ് അതിന് അത് കൈകാര്യം ചെയ്യുന്നതിൽ വന്നൊരു പോരായ്മയായി തോന്നുന്നത്? അല്ല, അതിലൊരു പോരായ്മ വന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ 96 കാലഘട്ടത്തിലാണ് ശ്രീ ജയം ബാബു, അദ്ദേഹം നഗരത്തിന്റെ മേയറായിരിക്കുമ്പോൾ ഡോക്ടർ ശ്രീകുമാർ, അദ്ദേഹമാണ് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇങ്ങനെ ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കാൻ ആദ്യമായിട്ട് ഇടപെട്ടത്. അപ്പോൾ ലോറികൾ എവിടെ വരണം, എത്ര സ്റ്റാഫ് അവിടെ വേണം, ഇതെങ്ങോട്ട് കൊണ്ടുപോകണം, ഇങ്ങനെ മൂവിങ് ചാർട്ടടക്കം ഉണ്ടാക്കിക്കൊണ്ടാണ് അദ്ദേഹം അന്ന് ഇടപെട്ടത്. അതാണ് വലിയ ചർച്ചയായി. പൊങ്കാല കഴിഞ്ഞു മണിക്കൂറുകൾക്കകം നഗര ക്ലീൻ എന്നൊരു വാർത്ത വരുന്നത് അന്നു മുതലാണ്. അത് ഞങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്തത്. ഞങ്ങളുടെ സമയത്ത് ഈ പറയുന്ന, ഞാനും ഈ പറഞ്ഞ മേയറായി ഒരു മാസം കഴിയുമ്പോഴെന്താണ് ആദ്യത്തെ പൊങ്കാല വരുന്നത്. അപ്പം ഞങ്ങളത് കൃത്യമായി ഫോളോ അപ്പ് ചെയ്തു. ഒരു പരാതിക്കും ഇവിടെ നൽകിയില്ല. ക്ഷേത്ര കോമ്പൗണ്ടിലെ അടക്കം പൊങ്കാല മാലിന്യം നീക്കുന്നത് കോർപ്പറേഷൻ തന്നെയാണ്. ഇപ്പം അതിലാണ് ചർച്ച വരുന്നത്. അത് ക്ഷേത്ര ട്രസ്റ്റല്ലേ മാറ്റേണ്ടത് എന്നാണ് ചർച്ച. അങ്ങനെയല്ല, 96 മുതൽ ഞങ്ങൾ തന്നെ ഞങ്ങളെന്ന് വെച്ചാൽ നഗരസഭ തന്നെയാണ് മാലിന്യം മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം മാത്രം എന്താ പ്രശ്നം? അപ്പം ഞാൻ മേയറായിരിക്കുമ്പോൾ ഞാൻ ചെയ്യുന്നത്, പൊങ്കാല നൈവേദ്യത്തിന് മേയർ പോകും. ഇപ്പോൾ അടുപ്പുള്ളതുമ്പോൾ മാത്രമല്ല ഇടിയുള്ളൂ. പൊങ്കാല നൈവേദ്യത്തിന് മേയർ പോയി ആ പണ്ടാര അടുപ്പിൽ നിന്നും വാങ്ങുന്ന പൊങ്കാല മേയർ ഏറ്റുവാങ്ങി ഞാൻ ശുചീകരണ തൊഴിലാളികൾക്ക് കൊടുത്തിട്ട് ക്ഷേത്ര പരിസരത്ത് നിന്നാണ് ശുചീകരണം ആരംഭിക്കുന്നത്. രാത്രി 2 മണിക്കോ 3 മണിക്കോ അത് അവസാനിക്കും. ഈ നിലയിലാണ് അത് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഒരു പാളിച്ച വന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. തലേ ദിവസം ഞങ്ങളവിടെ പോകുമ്പോഴും ആ തിരക്ക് നിയന്ത്രിക്കുന്ന കാര്യത്തിലടക്കം പാളിച്ചകൾ വന്നിട്ടുണ്ട്. അത് കൂട്ടായി നോക്കേണ്ടൊരു കാര്യമാണ്. അത് ഗവൺമെൻറ്റും കൂടെ ഇടപെട്ടത് പരിശോധിക്കണം. മാലിന്യ നീക്കത്തിൽ ഒരു പ്രതിസന്ധി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഗ്രീൻ പ്രോട്ടോക്കോൾ, ഇപ്പോൾ ഞങ്ങൾ വളരെ നിർബന്ധമായി ഗ്രീൻ പ്രോട്ടോക്കോൾ നടപ്പാക്കി. പൊങ്കാല ഇടാൻ വരുന്നവർ പാത്രങ്ങളുമായി വരണമെന്നുള്ള ആഹ്വാനം കൊടുത്തു. അതിൻ്റെ റിസൾട്ട് എന്താ? ഞാൻ മേയറായിരിക്കുമ്പോൾ 400 ടൺ മാലിന്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഗ്രീൻ പ്രോട്ടോക്കോൾ നടപ്പാക്കിയപ്പോൾ അത് 60 ടണ്ണായി, 55 ടണ്ണായി. ഇത് ഇപ്പോൾ നടന്നില്ല. ഇപ്പോൾ ഇന്നലെ പ്രസ് റിലീസ് കണ്ടപ്പോൾ ഞാൻ തന്നെ അന്തം വിട്ടു. 800 ടൺ എന്നാണ് കോർപ്പറേഷൻ പറയുന്നത്. അത്രയും ഒരു കാരണവശാലും വരില്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഒരു പാളിച്ച ആസൂത്രണത്തിൽ വന്നിട്ടുണ്ട്. കാരണം പൊങ്കാലയ്ക്ക് വരുന്ന ആളുകൾ കൊണ്ടുവരുന്ന വിറകും മറ്റ് വേസ്റ്റുകളും ഇത്തരം കാര്യങ്ങൾ എവിടെ കൊണ്ടുപോകണം, എങ്ങനെ പ്ലാൻ ചെയ്യണം, എങ്ങനെ ലോറി അറേഞ്ച് ചെയ്യണം, ഇതൊക്കെ മുൻകൂട്ടി കാലേ കൂട്ടി പ്ലാൻ ഉണ്ടാക്കണം. ഈ ജനങ്ങൾക്കിടയിലൂടെ വേണം ഈ വാഹനങ്ങളൊക്കെ പോകാൻ. അപ്പോൾ അതിന് കണക്കാക്കി പോയിന്റുകൾ നിശ്ചയിക്കുക, ലോറികൾ 2 ദിവസം മുമ്പേ ഈ പറയുന്ന പോയിന്റുകളിൽ എത്തിക്കുക. ഇങ്ങനെ ഒരു കൃത്യം ഒരു ഇടപെടൽ വേണം. അതിൽ പാളിച്ച വന്നു തന്നെയാണ് കാണുന്നത്. കാൽക്കുലേഷനിൽ. പക്ഷേ ആ ഇഷ്ടികയുടെ കാര്യത്തിലും ചർച്ചയുണ്ട്. അങ്ങയുടെ സമയത്താണെന്ന് തോന്നുന്നു. അതെ, ഇപ്പൊ പലരും ഇതെല്ലാം പുതുമ പോലെ അവതരിപ്പിക്കുകയാണ്. ഇഷ്ടിക എടുക്കുന്നത് ഞങ്ങളാണ്, ക്ലീനിങ് നടത്തിയത് ആദ്യമായിട്ടാണ്, മഴവെള്ളം തെളിച്ചത് പൊടിയടങ്ങാൻ വേണ്ടി വെള്ളം തെളിച്ചത് ആദ്യമായിട്ടാണ്. ഇതൊക്കെ പണ്ട് പോലെ തുടങ്ങിയതാ. ഇഷ്ടിക പെറുക്കുന്ന പദ്ധതി ആരംഭിക്കുന്നത് ഞാൻ മേയറായിരിക്കുമ്പോഴാണ്, 2019 കാലത്ത്. അന്നാണ് ഇങ്ങനെ ഒരു ആശയം വന്നത്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വെറുതെ പൊടിച്ചു കളയുന്ന പൊങ്കാല, അല്ലെങ്കിൽ വേസ്റ്റായി കൊണ്ടുപോകുന്ന കല്ല്, അതൊരു കച്ചവടം കൂടിയാണ്. വലിയ വിലയ്ക്ക് കല്ല് പൊങ്കാല ഇടാൻ വരുന്നവർക്ക് കൊടുത്തിട്ട് പൊങ്കാല കഴിയുമ്പോൾ ഇവർ തന്നെ പറയിക്കൊണ്ട് പോകും, പിന്നെയും വിൽക്കുകയാണത്. അപ്പോൾ അത് അവസാനിപ്പിച്ച് ഇത് വീട് വയ്ക്കാൻ വേണ്ടി കൊടുക്കാൻ തീരുമാനിച്ചു. ഞാൻ മേയറായിരിക്കുമ്പോൾ 2019 തുടങ്ങി. അന്ന് ഓർമ്മയുണ്ടാവും, അന്ന് ഞങ്ങൾ ആദ്യം ഒരു ഇൻസ്റ്റലേഷൻ നടത്തി. നമ്മുടെ ലാറി ബക്കർ, നമ്മുടെ ആർക്കിടെക്ട് കോളേജുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഈ ഇഷ്ടിക വെച്ചുകൊണ്ട് നഗരത്തിൽ വിവിധ ഇൻസ്റ്റലേഷനുകൾ ഉണ്ടാക്കി. വിവിധ രൂപങ്ങൾ, ചിലവ് കുറഞ്ഞ വീടിൻ്റെ മോഡൽ, അങ്ങനെയുള്ള സംഗതികൾ നഗരത്തിൻ്റെ പല സ്ഥലങ്ങളിലായിട്ട് ഞങ്ങൾ അന്ന് ഈ ഇഷ്ടിക കല്ല് വെച്ചുണ്ടാക്കി അത് പ്രദർശിപ്പിച്ച് പിന്നീടാണ് ആ കല്ല് ശേഖരിച്ചത്. ആദ്യ വർഷം. 2ാം വർഷം മുതൽ ഡയറക്റ്റ് നമ്മുടെ ഗ്രീൻ ആർമി വോളണ്ടിയേഴ്സിനെ വെച്ച് ഈ കല്ലെടുത്തു. അന്നൊന്നും ഒരു പരാതിയില്ല. അപ്പോൾ ഞങ്ങളൊക്കെ പണ്ട് തുടങ്ങിയ പദ്ധതിയാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ അത് ആദ്യമായിട്ട് എന്നൊക്കെ പറയുന്നത് ജനങ്ങളുടെ ഓർമ്മശക്തിയെ വെല്ലുവിളിക്കുന്ന ഒരു കാര്യമായിട്ട് പറയാൻ പറ്റും. അതൊക്കെ നമ്മൾ പണ്ട് മുതലേ തുടങ്ങിയതാണ്. തരങ്കിണി അവരുടെ സംവിധാനം വെച്ചുകൊണ്ട് ഏതാണ്ട് 10-16 വാട്ടർ ടാങ്കറുകളിലായിട്ട് നഗരത്തിൽ പൊങ്കാല ഇട്ടു എന്ന് പോലും തോന്നില്ല. ആ നിലയിൽ വെള്ളം തെളിച്ച് പൊടിയൊക്കെ അടക്കി കരിയൊക്കെ മാറ്റി പോകുന്ന ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്ത് വിജയിപ്പിച്ചൊരു കാര്യമാണ്. അതിലിപ്പോൾ പരാജയം വന്നിരിക്കുകയാണ്. ഇപ്പോൾ കോർപ്പറേഷൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, മണ്ഡലത്തിലെ വാർഡിലെ കൗൺസിലർമാരെ മുൻപ് എൻ്റെ ഒരു അനുഭവത്തിൽ അങ്ങേ തന്നെ ഉദ്ഘാടനത്തിന് കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്.
അപ്പം അതെന്താണ് എന്ന് അന്വേഷിക്കുമ്പോൾ അത് പുള്ളി വന്നിട്ട് മൈക്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അതെന്തായാലും പുള്ളി ചെയ്യും. അപ്പം നമ്മൾ ആളുകളെ കൊണ്ട് വാർഡിലേക്ക് ഓരോ കാര്യങ്ങൾ ആവശ്യപ്പെടും. പുള്ളി ഒന്ന് ഇളക്കി വിട്ടാൽ പുള്ളി മൈക്കിൽ കൂടെ അത് പറയും, പിന്നെ അത് നടപ്പില്ല. അതെങ്ങനെയാ ഓർത്ത് വെച്ച് ഫോളോ അപ്പ് ചെയ്യുന്നതാണ് അതോ തീരുമാനിച്ചു വരുന്നതാണോ അത് ചെയ്യണമെന്ന്? അല്ല, അത് ഇപ്പോ ഒരു സ്ഥലത്ത് ഇപ്പൊ റോഡ്, ഇപ്പൊ ഞാൻ വാഹനം ഓട്ടിച്ച് വരുമ്പോൾ തന്നെ റോഡ് പൊളിഞ്ഞു കിടക്കണമെങ്കിൽ ഞാൻ മനസ്സിൽ ഇത് ചെയ്യണം എന്ന് തീരുമാനിക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ ചെല്ലുമ്പോൾ ആളുകൾ പറയും ഈ റോഡ് പൊളിഞ്ഞിടക്കുകയാണ് വർഷങ്ങളായിട്ട്. അപ്പൊ നമ്മളൊരു പ്രഖ്യാപനം നടത്തും, അടുത്ത വർഷത്തെ ഫണ്ടിൽ നമ്മൾ ഇത് ചെയ്തിരിക്കും. അതങ്ങ് ഓർത്ത് വെച്ച് നോട്ട് ചെയ്യും. അത് ഞാൻ ഡയറിക്കകത്ത് നോട്ട് ചെയ്യും. കാരണം ഒരു ദിവസം നിരവധി പരിപാടികൾ. അതെ അതെ. അപ്പൊ അത് നോട്ട് ചെയ്ത് ഞാൻ പിയോട് ലിസ്റ്റ് കൊടുക്കും. ഇത്രയും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എസ്റ്റിമേറ്റ് ഒക്കെ എടുത്ത് റെഡിയാക്കി തരാൻ വേണ്ടി പറയും. അപ്പൊ അത് ഞാനത് നേരത്തെ ചെയ്യുന്നത്. ഇപ്പൊ ഇലക്ഷൻ പര്യടനത്തിന് പോകുമ്പോഴും ആളുകൾ പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കും. കാരണം നാളെ അവരെ കാണണ്ടേ. അപ്പൊ അവര് പട്ടയം കിട്ടിയില്ല അല്ലെങ്കിൽ വീട് വേണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കും. അങ്ങനെ ഓർമ്മിച്ച് ചെയ്യുന്നത് കൊണ്ടാണ് ഈ പറയുന്ന സംഗതി വന്നത്. അപ്പൊ അത് മൈക്കിൽ കൂടെ പറഞ്ഞാൽ നടക്കുമെന്നുള്ളൊരു ഇതിലേക്ക് ഒരു വ്യാഖ്യാനം കൂടെ ഇപ്പൊ വന്നിട്ടുണ്ട്. അത് ശരി. പൊതുവെ MLA കുറിച്ച് പറയുന്ന മറ്റൊരു കാര്യം, അങ്ങയുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ എല്ലാവരും ശ്രദ്ധിക്കുന്ന കാര്യമാണ്. അപ്പൊ അതിൽ സിനിമ, സ്പോർട്സ് എല്ലാം വരാറുണ്ട്. ക്രിക്കറ്റിന്റെ ഒരു ആരാധകനും കൂടെയാണ്. സഞ്ജു തിളങ്ങി നിൽക്കുന്ന സമയവുമാണ്. എന്താണ് സന്തോഷമാണോ അതില്? അല്ല, അത് തീർച്ചയായിട്ടും. ഇപ്പൊ എന്റെ ആ ഒരു പേജിനകത്ത് എല്ലാ ആബാലവൃദ്ധം ആളുകളും ഉണ്ട്. അത് ചെറുപ്പക്കാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, രാഷ്ട്രീയ ഭേദമന്യമുണ്ട്. ആദ്യം വലിയ വിമർശനം ഉണ്ടായിരുന്നു. ഇപ്പോ ചില പോസ്റ്റുകളൊക്കെ ഒരു രാഷ്ട്രീയ നേതാവിന് യോജിച്ചതാണോ, സുഖമാണോ എന്ന് ചോദിക്കും, മഴ പെയ്തോ എന്ന് ചോദിക്കും, ഗുഡ് മോർണിംഗ് ഇടുന്നു. ഇതൊക്കെ ഒരു രാഷ്ട്രീയ നേതാവിന് പറ്റിയതാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞിട്ട് മറുപടി, ഇതിൽ ഗൗരവക്കാർ മാത്രമല്ല, ഇതിൽ യൂത്തും ഉണ്ട്. ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന യൂത്തുണ്ട്, സിനിമ ഇഷ്ടപ്പെടുന്ന യൂത്തുണ്ട്, മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, വിജയിനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, മറ്റിഷ്ടങ്ങളുള്ളവരുണ്ട്. നമ്മൾ അവരെല്ലാം ആളാണ്. അപ്പൊ അതുകൊണ്ട് സുഖമാണോ എന്ന് ചോദിച്ചാൽ എന്റെ നിലവാരം ഇടിഞ്ഞു പോകുമെന്ന് ചോദിച്ചാൽ എനിക്ക് മറുപടിയില്ല. നമ്മൾ നിരന്തരം ഇങ്ങനെ രാഷ്ട്രീയക്കാരനായതുകൊണ്ട് ഇന്ന് എന്താണ് മസിൽ പിടിച്ച് വർത്തമാനം പറയുന്നവരായിരിക്കണം എന്ന് പറയേണ്ട ഒരു കാര്യമില്ല. അപ്പൊ അതിന് പറ്റുന്ന ആളുകൾ അതിൽ പ്രതികരിക്കട്ടെ. അതുകൊണ്ടാണ് ബ്രോ എന്നൊരു പേര്. അതെ അതെ, നമ്മൾ സ്വാഭാവികമായിട്ടും ഇവരെല്ലാം ഞങ്ങൾക്ക് വേണം. ഈ എല്ലാ പ്രായത്തിലുള്ള ആളുകളുടെയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരെല്ലാം വേണം. അപ്പൊ ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് സഞ്ജുവിന്റെ കാര്യം പറയുമ്പോൾ അവരെല്ലാം വരികയാണ്. മോഹൻലാലിന്റെ കാര്യം പറയുമ്പോൾ അവരെല്ലാം വരികയാണ്. വിജയുടെ കാര്യം പറയുമ്പോൾ അവരെല്ലാം വരികയാണ്. അപ്പൊ വിവിധ തലങ്ങളിൽ അഭിരുചിയുള്ള ആളുകളെ കൂട്ടിയോജിപ്പിച്ചിട്ടാണ് നമ്മുടെ ഈ പേജിനകത്തുള്ളത്. അപ്പൊ അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അപ്പൊ രാഷ്ട്രീയ നേതാവായതുകൊണ്ട് നിരന്തരം രാഷ്ട്രീയം പറയുക, അപ്പൊ പിന്നെ ബാക്കിയുള്ളവരെല്ലാം നമ്മൾ വിട്ടുപോകും. അപ്പൊ എല്ലാം വേണം. നേരത്തെ CMDRFന്റെ കാര്യവും സൂചിപ്പിച്ചു. CMDRFിലേക്ക് ഏറ്റവും കൂടുതൽ ധനസഹായം നൽകിയ MLA ഓഫീസുകൾ എടുത്താൽ അതിലും ഉണ്ട്. അതെങ്ങനെ സാധിച്ചു അങ്ങനെ ഒരു? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ കൃത്യമായിട്ട് ഇപ്പോൾ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ഒരമ്മ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ക്യാൻസർ രോഗിയാണ്. അപ്പോൾ ഞാൻ കൃത്യം അവിടെ അത് പറയും. ഓഫീസിൽ ഫോറം ഉണ്ട്, രേഖകളുമായിട്ട് അവിടെ വന്നാൽ ബാക്കിയെല്ലാം നമ്മൾ ചെയ്തോളാം. ഇത് ഞാൻ നമ്മുടെ പാർട്ടി പ്രവർത്തകരോടും പറയും. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ പറഞ്ഞിങ്ങോട്ട് വിടണം. ഇങ്ങനെ ഒരു നിരന്തരമായി പറഞ്ഞാണ് 1300 ആളുകൾ സഹായം കൈപ്പറ്റിയത്. ഇപ്പൊ എന്റെ ഓഫീസിൽ നിന്നും കുറച്ച് ദിവസം ഫയൽ വരാതിരുന്നാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിച്ചു ചോദിക്കും, ആരും കണ്ടില്ലേ. അപ്പൊ അങ്ങനെ ഒരു സംഗതിയായി. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു 2 ടേം MLA ആയിരുന്നു. 2 ടേമിലും കണ്ടിട്ടുള്ള, അങ്ങ് തന്നെ പറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേകത, മാധ്യമങ്ങളിൽ തന്നെ പറഞ്ഞതാണ്, അങ്ങ് ഈ ഭൂരിപക്ഷം പ്രവചിച്ചിരുന്നു. ഒരു ജോത്സ്യനെ പോലെ അങ്ങ് പറഞ്ഞു. പക്ഷെ പല ജോത്സ്യന്മാർക്കും തെറ്റാറുണ്ടെങ്കിൽ അങ്ങക്ക് തെറ്റിയിട്ടില്ല. ഇത്തവണ മത്സരിക്കോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. എന്തായാലും LDFന്റെ സ്ഥാനാർത്ഥിക്ക് എത്ര ഭൂരിപക്ഷം ലഭിക്കും, അങ്ങനെ ഒരു പ്രവചനം നടത്തുന്നുണ്ടോ? പ്രവചനം നടത്താനുള്ള സമയമായില്ല, കുറച്ചുകൂടെ കഴിയട്ടെ. വലിയ ടൈറ്റ് മത്സരം. ആദ്യം ബൈ ഇലക്ഷൻ 2019 നടക്കുമ്പോൾ ഇത് ഞങ്ങൾ LDF 3-ാം സ്ഥാനത്തായിരുന്നു. അപ്പോൾ ആർക്കും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഞാൻ ഇലക്ഷൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പത്രക്കാരോട് പറഞ്ഞു 7500-നും 15000 വോട്ടിനിടയിൽ ജയിക്കും. അപ്പോൾ ഞങ്ങളുടെ ചില നേതാക്കന്മാരെ വിളിച്ചിട്ട് താരടച്ച് വെച്ചിട്ട് സംഗതി എഴുതി കൂട്ടി തോക്കുമെന്ന് എഴുതി വെച്ചിരിക്കുക. അപ്പോഴാണ് നമ്മൾ 15000 വോട്ടിൻ്റെ പ്രവചനം നടത്തുന്നത്. പക്ഷെ റിസൾട്ട് വന്നപ്പോൾ 14650 വോട്ടിന് ജയിച്ചു. അത് ഞെട്ടിപ്പോയി. കാരണം നമ്മൾ ഇപ്പോൾ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന നമ്മളിപ്പോൾ ഈ ഒരു ബൂത്തിനകത്ത് 150 വോട്ടാണ് കിട്ടിയെങ്കിൽ സ്വാഭാവികമായിട്ട് ആ ബൂത്തിൽ നിന്ന് വീണ്ടും വരുന്ന കണക്ക് എത്രയായിരിക്കും?
140 വോട്ട് കിട്ടും. അപ്പൊ അവിടെ നമുക്കൊരു 250-300 കിട്ടുകയാണ്, മാറ്റം വരികയാണ്. രണ്ടാമത്തെ ഇലക്ഷനിലും ഇത് സംഭവിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു 15,000-നും 25,000-നും ഇടയ്ക്ക് വോട്ടിന് ജയിക്കും. അങ്ങനെയാണ് 21,000-ൽ പര വോട്ടിന് ജയിച്ചു. ഇപ്പോഴ് എനിക്കൊരു കാൽക്കുലേഷൻ ഉണ്ട്, അത് കുറച്ചുകൂടെ സ്ഥാനാർത്ഥി ചിത്രമൊക്കെ വ്യക്തമാവട്ടെ. അല്ല എന്നാലും ഒരു അങ്ങനെ ഞങ്ങളെ സംബന്ധിച്ച് LDF-നെ സംബന്ധിച്ച് പാർട്ടി തീരുമാനം പ്രഖ്യാപിച്ചിട്ടില്ല. എങ്കിലും സിറ്റിംഗ് MLA-മാരെ തുടരണമെന്നുള്ള നിലയ്ക്കാണ് ചർച്ചകൾ ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പൊ അത് സ്ഥാനാർത്ഥി ചിത്രം തെളിയട്ടെ, തെളിഞ്ഞതിന് ശേഷം ഭൂരിപക്ഷം പക്ഷെ പറയാം. എനിക്ക് തോന്നുന്നു മറ്റു പാർട്ടികൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെ തന്നെ വട്ടിയൂർക്കാവിൽ അവരാലോചിച്ചിട്ടുണ്ട്. അതെ, ഇപ്പോ UDF-ന്റെ ഭാഗത്തു നിന്നും അദ്ദേഹം പലതവണ മാറ്റി പറഞ്ഞു. അദ്ദേഹം K മുരളീധരൻ താല്പര്യം അറിയിച്ചതാണ് ഇപ്പൊ മനസ്സിലാക്കുന്ന ഒരു കാര്യം. BJP-യുടെ കാൻഡിഡേറ്റ് ആയിട്ട് നേരത്തെ പറഞ്ഞ DGP ശ്രീലേഖ, അവരുടെ പേരാണ് കേൾക്കുന്നത്. കൃഷ്ണകുമാർ മണ്ഡലത്തിലുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ചിത്രം തെളിയട്ടെ. എല്ലാവർക്കും വട്ടിയൂർക്കാവ് വേണം എന്നാണല്ലോ പറയുന്നത്. അല്ല, ആര് വന്നാലും ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ ഇത്തവണയും ഭൂരിപക്ഷം പറഞ്ഞു തന്നെ നിൽക്കും. അത് ശരി, അതിലൊരു തർക്കമില്ല. ജയത്തിന്റെ ഭൂരിപക്ഷമാണ്. അതെ, ജയത്തിന്റെ ഭൂരിപക്ഷം പറഞ്ഞു തന്നെ നിൽക്കും. കാരണം എനിക്ക് അത്രയ്ക്ക് കോൺഫിഡൻസ് ഉണ്ട്. എൻ്റെ അടുത്ത് ഇലക്ഷൻ വർക്ക് തുടങ്ങിയെന്ന് ചില ആൾക്ക് ചോദിച്ചു. ഞാൻ പറഞ്ഞ 6 വർഷം മുമ്പേ തുടങ്ങി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഇലക്ഷന് ജയിച്ചത് മുതൽ ഇന്നേ ദിവസം വരെ ആ വർക്ക് തന്നെയാണ് ഞാൻ നടത്തുന്നത്. ആളുകളുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്, മരാമത്ത് പണികൾ ഇടപെടുന്നുണ്ട്, സഹായങ്ങൾ എത്തിക്കുന്നുണ്ട്, എല്ലാ ആഘോഷങ്ങളിലും ഉണ്ട്, ദുഃഖങ്ങളിലും ഉണ്ട്. അതെ, സാംസ്കാരികമായിട്ടുള്ള ഇടപെടലുണ്ട്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് മണ്ഡലത്തിൽ മുഴുവൻ സമയ സാന്നിധ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കൊരു നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഇനി ഏത് നേതാവ് വന്നാലും ജയിക്കാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസം എനിക്ക്. അത് ശരി. കാവ് ഫെസ്റ്റിന്റെ ഐഡിയ എവിടെ നിന്നാണ് ഇപ്പൊ വരുന്നത്? അല്ല, അത് ഞാൻ നേരത്തെ പഞ്ചായത്ത് മെമ്പറായിരുന്നപ്പോൾ മുതൽ ചെയ്യുന്നൊരു കാര്യമാണ്. മെമ്പറായിരുന്നപ്പോൾ ചിത്രശലഭം എന്ന് പറഞ്ഞ പേരിലാണ് കുട്ടികളുടെ ഒരു മേള നടത്തിയത്. കൗൺസിലറായപ്പോൾ മേയറും കൂടെ ആയല്ലോ. അപ്പോൾ കഴക്കൂട്ടത്ത് അങ്ങനെ ഒരു കഴക്കൂട്ടം ഫെസ്റ്റ് സ്ഥിരം നടത്തും. ഘോഷയാത്രയും വലിയ ബഹളമായിട്ടൊക്കെ നടത്തുമായിരുന്നു. MLA ആയപ്പോൾ അത് വട്ടിയൂർക്കാവ് ഫെസ്റ്റാക്കി. നല്ല നിലയ്ക്ക് പോകുന്നുണ്ട്. അത് ഒരു കൂട്ടായ്മയല്ലേ, കൂട്ടായ്മയും ഒരു സന്തോഷവും ഒക്കെയാണ്. ചെറുപ്പക്കാരെ സഹായിക്കാൻ വരുന്നുണ്ട്. ചിലപ്പോൾ സാമ്പത്തിക ബാധ്യതയിലേക്ക് നമ്മൾ വീണുപോകും, എന്നാലും കുഴപ്പമില്ല, നമ്മളത് ഭംഗിയായിട്ട് നടത്തുന്നുണ്ട്. നല്ലൊരു കൂട്ടായ്മയാണ്. ഇത്തവണത്തെ കാവ് ഫെസ്റ്റിലും നല്ല പങ്കാളിത്തം ഉണ്ടായിരുന്നു. നല്ല സാംസ്കാരിക പരിപാടികൾ ഉണ്ടായിരുന്നു. ഇത്തവണ കുറച്ച് ഇലക്ഷനൊക്കെ ആയതുകൊണ്ട് അല്പം ബുദ്ധിമുട്ടിയാണ് നടത്തിയത്. എങ്കിൽ പോലും അത് വലിയ വിജയമായി മാറി. അപ്പോൾ അങ്ങനെ ഇപ്പോൾ വൈപ്കോസ്, നമ്മുടെ യുവജന സഹകരണ സംഘമുണ്ട്. അപ്പോൾ പല മേഖലകളിൽ നമ്മുടെ ആളുകളുണ്ട്. അപ്പോൾ അവരെല്ലാം ഇലക്ഷൻ സമയത്ത് കൂടും. ഞാൻ നേരത്തെ പറഞ്ഞ കോൺഫിഡൻസ് വരുന്നത് അങ്ങനെയാണ്. എന്നോടൊപ്പം ചേരുന്ന വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും നമ്മുടെ സുഹൃത്തുക്കളും ഉണ്ടാക്കുന്ന കോൺഫിഡൻസ് ആണ് എൻ്റെ കോൺഫിഡൻസ്. അപ്പോൾ അവര് തീർച്ചയായിട്ടും രംഗത്തിറങ്ങും. ഇപ്പോൾ ഗൾഫിൽ നിന്ന് പോലും നമ്മുടെ സുഹൃത്തുക്കൾ പലരും ഇലക്ഷന് വരാം എന്ന് വിളിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ യുദ്ധത്തിൻ്റെയൊക്കെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലും അവരെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അവരുടെ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ ജയിക്കുമെന്ന് പറയുന്നത്. ശരി. ഈ വട്ടിയൂർക്കാവ് യൂത്ത് ബ്രിഗേഡ് പിന്നീട് അതൊരു ഇങ്ങനെ സഹകരണ സ്ഥാപനമായി തന്നെ വളരുന്നു. അതിലൊരുപാട് പേർക്ക് തൊഴിൽ കൊടുക്കാൻ, ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ സാധിക്കുന്നു. ആ സംരംഭത്തെ തുടക്കം മുതൽ സർക്കാർ സമീപിച്ചത് എങ്ങനെയാണ്? ഒരു സഹായ മനോഭാവം ഉണ്ടായി? അല്ല, ഞങ്ങളൊരു യഥാർത്ഥത്തിലൊരു പ്രൈവറ്റ് കമ്പനി പോലെയാണ് നമ്മൾ ആദ്യം ആലോചിച്ചത്. അപ്പോഴാണ് മുഖ്യമന്ത്രി യുവജന സഹകരണ സംഘങ്ങൾ രൂപീകരിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ അതിൽ അങ്ങനെ രൂപീകരിച്ച സഹകരണ സംഘങ്ങളിൽ ആദ്യം ഉദ്ഘാടനം നടത്തിയത് നമ്മുടേതാണ്, വട്ടിയൂർക്കാവ് യൂത്ത് ബ്രിഗേഡ് എന്റർപ്രണേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഞങ്ങളാണ് ആക്കുളത്തെ ഗ്ലാസ് ബ്രിഡ്ജ്, കളമശ്ശേരിയിലെ പാർക്ക്, അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, ഇങ്ങനെ നിരവധി കാര്യങ്ങളിൽ വൈപ്കോസ് ഇടപെടുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നല്ല നിലയ്ക്ക് പോവുകയാണ്. ഗ്രീൻ ആൻഡ് ടൂറിസം ഉൾപ്പെടെയുള്ള സ്കീമുകൾ നന്നായിട്ട് പോകുന്നുണ്ട്. മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് ഇടപെടുന്നുണ്ട്. മറ്റ് നിരവധി മേഖലകളിൽ ഫുഡ് പ്രോഡക്റ്റ് ഇടപെടുന്നുണ്ട്. അങ്ങനെ പല മേഖലകളിലുണ്ട്. ചിലതൊക്കെ നമുക്ക് ഒഴിവാക്കേണ്ടിയും വന്നിട്ടുണ്ട്. ഇപ്പോൾ വൈബ് ഹെൽത്ത്, കാരണം MLA-യുടെ മേൽവിലാസം ചിലപ്പോൾ ഗുണമാവും, ചിലപ്പോൾ ദോഷമാവും. ഇപ്പോൾ ഹെൽത്തിന് ഞങ്ങൾ പുറത്തേക്കുള്ള റേറ്റിനേക്കാൾ കുറച്ച് റേറ്റാണ് ഇട്ടത്. പക്ഷെ ആരും പൈസ തരില്ല. അത് MLA-യുടേതായതുകൊണ്ട് സൗജന്യമാണ് എന്നുള്ളതിലേക്കാണ്. അപ്പോൾ നമുക്ക് ഈ ആരോഗ്യ പ്രവർത്തകരെ നിർത്താൻ വലിയ പാടാണ്. അപ്പോൾ നഴ്സുമാരെ, ഡോക്ടർമാരെയൊക്കെ നിൽക്കണമെങ്കിൽ അവർക്ക് മാന്യമായ വേതനം കൊടുക്കണം. അപ്പോൾ അത് അങ്ങനെയുള്ള ചില ഡിവിഷനുകൾ അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. എങ്കിലും നന്നായിട്ട് പോകുന്നുണ്ട്. കൂടുതൽ സംരംഭങ്ങളിലേക്ക് വരും ഭാവിയിൽ. ഇനി ഒരു തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ച് നേരത്തെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത ഭൂരിപക്ഷത്തിൽ ജയിച്ചാൽ വൈപ്കോസിന് വലിയ സാധ്യതകൾ തുറന്നു കിട്ടുമെന്നാണ്. അല്ല, അത് ഇപ്പം MLA ഇല്ലെങ്കിലും സാധ്യതകൾ തുറന്നു കിട്ടും. കാരണം അതിപ്പോൾ എസ്റ്റാബ്ലിഷ്ഡ് ആയി. ഇനി കൂടുതൽ പ്രോജക്റ്റുകൾ കിട്ടണം.
അപ്പോൾ അതിന് പറ്റുന്ന നിലയിലേക്ക് വൈപ്പോസ് വരും, അതിൽ തർക്കമില്ല. അതിന് ഇൻഡിപെൻഡന്റ് ആയ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റ്യൂട്ട് ബോഡിയാണ്, അത് സ്വാഭാവികമായിട്ടും മുന്നോട്ട് പോകും. അത് ശരി. ഈ മണ്ഡലത്തിൽ അങ്ങയുടെ വികസന രേഖയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, ഒന്ന് മുഴുവൻ ചെയ്തു എന്ന് പറയാനും കഴിയില്ലായിരിക്കും. 10 വർഷം കൊണ്ട് നമുക്കത് സാധ്യമല്ല. എന്താണ് തുടർന്ന് വട്ടിയൂർക്കാവിൽ ചെയ്യേണ്ടതുണ്ട് എന്ന് അങ്ങ് കരുതുന്നത്? അല്ല, വട്ടിയൂർക്കാവിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ 10 വർഷം ഗവൺമെൻറ് 10 വർഷമായോ, ഞാൻ MLA ആയിട്ട് ഇപ്പോൾ 6 വർഷം കഴിയുന്നേ ഉള്ളൂ. കാരണം നമ്മളെ ബൈ ഇലക്ഷനിലാണല്ലോ വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ലാൻഡ് അക്വിസിഷനൊക്കെ നടത്തി നിർമ്മാണ ഉദ്ഘാടനം വരെ എത്തി. ഇനി അടുത്ത 5 വർഷം കൊണ്ട് ഇതെല്ലാം പൂർത്തീകരിക്കാൻ പറ്റും. വട്ടിയൂർക്കാവിൻ്റെ മുഖച്ഛായ മാറും. വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനം യാഥാർത്ഥ്യമാകും, പേരൂർക്കടയുടെ മേൽപ്പാലം വരും, ജനറൽ ആശുപത്രിയുടെ മാസ്റ്റർ പ്ലാൻ നടപ്പാവും, അതുപോലെ തന്നെ പട്ടത്തെ ഫ്ലൈ ഓവർ നടപ്പാവും. അപ്പോൾ അടുത്ത 5 വർഷം കൊണ്ട് ഇതെല്ലാം യാഥാർത്ഥ്യമാവുകയാണ്. അപ്പോൾ അതാണ് പറയുന്നത് മാറുന്ന വട്ടിയൂർക്കാവ്. അപ്പം ഞങ്ങൾ 2040 ഒരു വട്ടിയൂർക്കാവിനെ കുറിച്ചുള്ളൊരു വിഷൻ ഡോക്യുമെൻ്റ് നമ്മളിപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട്. 2041 വട്ടിയൂർക്കാവ്. അപ്പോൾ അതിന് അനുഗുണമാകുന്ന നിലയിലുള്ള ഇടപെടലുകളായിരിക്കും ഞങ്ങൾ അടുത്ത 5 വർഷം നടത്തുക. അതിന് LDF സർക്കാർ വരണം. ഒരു ഭരണ തുടർച്ച വന്നതുകൊണ്ടാണ് ഈ നേട്ടങ്ങളൊക്കെ ഉണ്ടായത്, ഇല്ലെങ്കിൽ നടക്കും. പക്ഷെ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് പറയുന്നു, അങ്ങനെയുണ്ടോ? അങ്ങനെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഇപ്പോൾ നമ്മൾ MLA മാരൊക്കെ കൊള്ളാം, മുഖ്യമന്ത്രി കൊള്ളൂല. അതെന്ത് വർത്തമാനോ? അപ്പോൾ ഇത് ബോധപൂർവം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ചില കാര്യങ്ങളാണ്. മുഖ്യമന്ത്രി മാത്രം കൊള്ളൂല, ബാക്കി എല്ലാവരും കൊള്ളാം. അപ്പം അത് അദ്ദേഹത്തിനെ ടാർഗറ്റ് ചെയ്തത്, യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തിയാണ് ഇത്തരം പരിപാടികളൊക്കെ വിജയിപ്പിക്കാൻ ഗുണകരമായത്. ഗവൺമെൻറ് ഐക്യത്തോടു കൂടി പോകുന്നു, മന്ത്രിമാർ തമ്മിൽ ഭിന്നതയില്ല, അതൊക്കെ മുഖ്യമന്ത്രിയുടെ നേട്ടമല്ലേ? അപ്പോൾ ബോധപൂർവമായിട്ടുള്ള ചില നരേറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഞങ്ങളതൊന്നും നോക്കുന്നില്ല. MLA മാരെ കൊള്ളാമെങ്കിൽ മുഖ്യമന്ത്രിയും കൊള്ളാം, മുഖ്യമന്ത്രി കൊള്ളാമെന്നുള്ളതാണ് ഞങ്ങളും നന്നായത്. ഞങ്ങൾക്ക് ഇത്രയും രൂപയുടെ പിൻബലവും പദ്ധതികൾ നടപ്പാക്കാനുള്ള ആർജവും ഒക്കെ അദ്ദേഹം കാട്ടിയത് കൊണ്ടാണ് ഇതൊക്കെ നടന്നത്. അല്ലെങ്കിൽ ഇതൊക്കെ പ്രസംഗിച്ചുകൊണ്ട് നടക്കൽ മാത്രമേ നടക്കുള്ളൂ. ഇവിടെ അതല്ല, യാഥാർത്ഥ്യം എന്താ? ഇതെല്ലാം ഓരോന്നോരോന്നായിട്ട് നടക്കുന്നു. നാഷണൽ ഹൈവേ നടക്കുന്നു, ഗെയിൽ പൈപ്പ് ലൈൻ നടക്കുന്നു, പവർ ഗ്രിഡ് നടക്കുന്നു, വാട്ടർ മെട്രോ നടക്കുന്നു, ഇപ്പോൾ തുരങ്കപാത ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നു. വട്ടിയൂർക്കാവിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ കേരളത്തിൻ്റെ 140 മണ്ഡലങ്ങളിലും വൻകിട പ്രോജക്റ്റുകൾ യാഥാർത്ഥ്യമാകുന്നു. വിഴിഞ്ഞം പോലും യാഥാർത്ഥ്യമായി. തലസ്ഥാന നഗരത്തിൻ്റെ അഭിമാനമല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ടിച്ചേർത്ത് വായിക്കണം. തലസ്ഥാന നഗരത്തിൽ വരാൻ വേണ്ടി പോകുന്ന വികസന കുതിപ്പെന്ന് പറയുന്നത് നമ്മൾ ആലോചിക്കുന്നതിനപ്പുറത്താണ്. തീരദേശ ഹൈവേയും മലയോര ഹൈവേയും ഇതെല്ലാം റിംഗ് റോഡുകളും എല്ലാം കൂടി വരുമ്പോൾ ഒരു 2040 എത്തുമ്പോൾ നമ്മളതൊരു ഒരു വികസിത രാഷ്ട്രത്തിന് സമാനമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ കേരളത്തിൽ വരും. അതിന് നമ്മുടെ ഗവൺമെന്റ് അടിത്തറയിട്ടുണ്ട്. അതുകൊണ്ട് വിഴിഞ്ഞത്തിന്റെ വികസനവും വട്ടിയൂർക്കാവിനെയും സഹായിക്കും. തീർച്ചയായിട്ടും സഹായിക്കും. കാരണം ഈ വിഴിഞ്ഞത്തെ ആ തുറമുഖവുമായി ബന്ധപ്പെട്ടുള്ള മറ്റു സംരംഭങ്ങളുണ്ടല്ലോ, അത് വട്ടിയൂർക്കാവിന് സാധ്യതയുണ്ട്. ഇപ്പം നമ്മൾ സ്മാർട്ട് സിറ്റിയിൽ വെച്ചിട്ടുള്ള വെയർ ഹൗസ് നാളെ ഉദ്ഘാടനമാണ് അതിൻ്റെ. അപ്പോൾ വെയർ ഹൗസുകളും മറ്റ് സംവിധാനങ്ങളും ഹോസ്റ്റലുകളും ഹോട്ടലുകളും ഒക്കെ ഇതിൻ്റെ അനുബന്ധ വ്യവസായങ്ങളായിട്ട് വരാം. അപ്പോൾ വിഴിഞ്ഞം നവായിക്കുളം ഇൻഡസ്ട്രിയൽ കോറിഡോർ അടക്കം ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു വലിയ വികസന മേഖലയായിട്ട് തിരുവനന്തപുരത്തെ മാറ്റും. അപ്പോൾ നമ്മുടെ മാസ്റ്റർ പ്ലാനിൽ പറഞ്ഞിട്ടുള്ള കൊച്ചുവേളി കേന്ദ്രമാക്കിയിട്ടുള്ള ഒരു ഇടനാഴി, നഗരത്തിലേക്ക് തുറക്കുന്ന ഒരു പുതിയ റോഡ്, ഇങ്ങനെ അത്തരം കൺസെപ്റ്റുകളെല്ലാം യാഥാർത്ഥ്യമാകും. അപ്പോൾ ഒരു മൂന്നാമത് ഊഴത്തിലേക്ക് LDF ഗവൺമെൻറ് വന്നാൽ ഈ നിലയിലുള്ളൊരു വലിയ വികസന കുറിച്ചാട്ടമായിരിക്കും നാട്ടിലുണ്ടാവുക. അതുകൊണ്ട് ജനങ്ങൾ LDFനൊപ്പം നിൽക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുക. പക്ഷെ തലസ്ഥാനത്തിന്റെ നഗരസഭയിൽ വന്ന ഭരണമാറ്റം അത് മണ്ഡലങ്ങളെ നേരിട്ട് ബാധിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അതൊരു വേറൊരു ഫാക്ടറാണ്. നമുക്കറിയാമല്ലോ എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് നമുക്ക് അറിയാം. അപ്പോൾ അത് ഇപ്പോൾ മാറുന്നുണ്ടല്ലോ. ഇപ്പോൾ ആറ്റുകാൽ പൊങ്കാലയിലൂടെ ആളുകൾ മനസ്സിലാക്കി, കുടിവെള്ള പ്രശ്നത്തിലൂടെ ആളുകൾ മനസ്സിലാക്കി, എല്ലാം രാഷ്ട്രീയം കലർത്തുകയാണ്. കുടിവെള്ളം ഇല്ലാതായ പറയും അത് ഗവൺമെൻറ് മുടക്കിയതാണ്, പൊങ്കാല കുളമായ പറയും അത് LDFൻ്റെ ആളുകൾ ഇരുന്നുകൊണ്ട് കുഴപ്പമുണ്ടാക്കിയാണെന്ന് പറയും. ഇതല്ലാതെ വേറെ നടക്കുന്നില്ലല്ലോ. ആ കുഴപ്പം പരിഹരിക്കലാണ് ചുമതലയേക്കുന്നവരുടെ ജോലി എന്ന് പറയുന്നത്. അതിപ്പോൾ ചിലപ്പോൾ അപ്പുറത്തിരിക്കുന്നത് UDF ഗവൺമെൻറ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. അവരിയ്ക്കുന്നതുകൊണ്ടാണ് ഇത് കുഴപ്പമായെന്ന് പറയാൻ പറ്റും. ഞങ്ങളുടെയും കൂടെ കുഴപ്പമാണെന്നല്ലേ പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെ അത് ജനങ്ങൾ ബോധ്യപ്പെട്ട് അവരത് മാറും. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഭരണമാറ്റം വന്നത് ഇപ്പോൾ ഞാൻ പറയുന്നത് ജനങ്ങൾ മനസ്സിലാക്കട്ടെ. മാറാത്തത് മാറും എന്ന് പറഞ്ഞാൽ എന്ത് മാറ്റമാണ് അവർ കൊണ്ടുവരുന്നത് അവർ പ്രൂവ് ചെയ്യട്ടെ. അപ്പോൾ അത് ജനങ്ങൾ മനസ്സിലാക്കട്ടെ. അതിന് വേറൊരു ടാഗ് ലൈനും ഒക്കെ ഇപ്പൊ വരുന്നുണ്ട്, മാറ്റവും നാറ്റവും ഒക്കെ ആയിട്ട്. അതെ അതാണ് ഞാൻ പറഞ്ഞത്. അത് ജനങ്ങൾ അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കും. പ്രധാനമന്ത്രി വന്ന് ബ്ലൂ പ്രിന്റ് തരും, വികസന രേഖ പ്രഖ്യാപിക്കും. ഇതൊക്കെ എവിടെ? അപ്പോൾ ബ്ലൂ പ്രിന്റും ഇല്ല, വികസന രേഖയും ഇല്ല,
നമുക്കറിയാമല്ലോ പ്രധാനമന്ത്രിക്ക് നേരിട്ട് പദ്ധതികളൊന്നും സമർപ്പിക്കാൻ കഴിയില്ല, കാരണം അതൊരു ഫെഡറൽ സിസ്റ്റമാണ്. പക്ഷെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഇതെല്ലാം അങ്ങ് വെച്ച് അടിക്കുകയാണ്. അപ്പം ജനങ്ങൾക്കിത് ബോധ്യപ്പെടും. മാറാത്തത് മാറുന്ന പ്രധാനമന്ത്രി വരുന്നു, അപ്പോൾ ബ്ലൂ പ്രിന്റ് ഇല്ല, വികസന രേഖയും ഇല്ല, ബഡ്ജറ്റിലും ഇല്ല. അപ്പൊ കാര്യങ്ങൾ മനസ്സിലായി. അപ്പൊ 5 വർഷം കഴിയുമ്പോൾ ജനം മാറി ചിന്തിച്ചോളും. വട്ടിയൂർക്കാവിലെ ജനങ്ങള് ഇപ്പൊ തന്നെ മാറി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ചിന്തിക്കും. അത് ഉറപ്പാണ്. അതാണ് അനുഭവങ്ങളിൽ നിന്നും. കാരണം BJP വന്നാൽ എന്തെങ്കിലും നടക്കും എന്നുള്ള ഒരു ചിന്തയുള്ളവരുണ്ടായിരുന്നു. അവർക്കും കൂടെ ബോധ്യമാവും നടക്കില്ല, ബ്ലൂ പ്രിന്റ് ഇല്ല, വികസന രേഖയില്ല, ബഡ്ജറ്റിലും ഇല്ല, മാജിക് ഒന്നും കാണിക്കാനും ഇല്ല, പൊങ്കാല കുളമായി, കുടിവെള്ളം മുടങ്ങി. അപ്പൊ ഇങ്ങനെ അനുഭവങ്ങളിൽ നിന്ന് അവർ മനസ്സിലാക്കും, മാറാത്തത് മാറ്റാൻ അവരെ കൊണ്ട് പറ്റില്ല എന്നുള്ളത് മനസ്സിലാവും. ഇപ്പൊ കുടിവെള്ള പ്രശ്നവും അങ്ങ് സൂചിപ്പിച്ചു നഗരസഭയുടെ കീഴിൽ. പക്ഷെ അത് കുറച്ച് കാലങ്ങളായി ഉള്ളൊരു പ്രശ്നമാണ്. വട്ടിയൂർക്കാവ് മണ്ഡലത്തിലൊരു ഇടപെടൽ അതിന് സാധിച്ചിട്ടുണ്ടോ MLAക്ക്? അല്ല, ഞാൻ നന്നായിട്ട് ഇടപെടുന്നുണ്ട്. കാരണം ഇപ്പൊ മേയറായിരുന്നപ്പോഴാണ് എനിക്ക് തോന്നുന്നു 78 MLD ഉള്ള ഒരു പുതിയ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്, ഏതാണ്ട് 89 കോടി രൂപ അന്ന് നഗരസഭയ്ക്ക് ലഭിച്ച തുക വെച്ചിട്ടാണ് പുതിയൊരു ജലശുദ്ധീകരണ പ്ലാന്റ് അവിടെ ആരംഭിച്ചത്. അത് വന്നപ്പോൾ കുറേയധികം പ്രശ്നങ്ങൾ പരിഹരിച്ചു. മേയറായിരുന്നപ്പോൾ തുടങ്ങിയത്, MLA ആയ സമയത്താണ് അത് കമ്മീഷൻ ചെയ്യുന്നത്. അതോടുകൂടി കവടിയാർ ശാസ്തമംഗലം മേഖലകളിലെ പ്രശ്നം തീർന്നതാണ്. പക്ഷേ ഈ അടുത്ത സമയത്തായിട്ട് വീണ്ടും കുടിവെള്ള പ്രശ്നം വരുന്നുണ്ട്. അത് അടിക്കടി ഉണ്ടാകുന്ന അറ്റകുറ്റപ്പണിയാണ്. അപ്പോൾ ഐരാണിമുട്ടത്തെ പ്രശ്നം വന്നപ്പോൾ അന്ന് ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയത് വലിയ വിവാദമായിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങൾ പറഞ്ഞൊരു കാര്യമാണ്, അന്ന് ഞാൻ മേയറായിരിക്കുമ്പോൾ തന്നെ ഏതാണ്ട് 50 ലക്ഷം രൂപ നഗരത്തിലിട്ടിരിക്കുന്ന ലൈനുകൾ അത് സ്കെച്ച് ചെയ്ത് മാപ്പ് ചെയ്ത് രേഖയാക്കി വെക്കണം. ഇപ്പോൾ സംഭവിക്കുന്നത് എന്താ, ഒരു ദിവസം റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ പുതുതായി വരുന്ന ആളിന് ഇതിനെ സംബന്ധിച്ച് ധാരണയില്ല. കുഴിച്ചു നോക്കിയാലേ അറിയാം എവിടെ വാൽവ് ഇരിക്കുന്നു, എവിടെ മാൻഹോൾ ഇരിക്കുന്നു എന്ന് അറിയാൻ പറ്റാത്ത ഒരു സ്ഥിതി ഉണ്ട്. അപ്പോൾ അതടക്കം പരിഹരിക്കണം. അപ്പോൾ ഭാവിയിൽ ഇത്തരം പ്രയാസങ്ങൾ വരാതെ നമുക്ക് കൂടുതൽ സംവിധാനങ്ങൾ ഒരുക്കണം. ഇപ്പോൾ ചില മേഖലകളിൽ കുടിവെള്ള പ്രശ്നമുണ്ട്, അത് വാട്ടർ ടാങ്കറുകൾ എത്തിച്ച് പരിഹരിക്കുക എന്നുള്ളതാണ് മാർഗം. അപ്പോൾ അതിൽ വന്ന വീഴ്ചയാണ് ഇപ്പോൾ സംഭവിച്ചത്. അപ്പോൾ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പഴി പറഞ്ഞിട്ട് കാര്യമില്ല. ഗവൺമെൻറ്റും നഗരസഭയും യോജിച്ച് ഈ പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നഗരത്തിലെ ഉയർന്ന പ്രദേശങ്ങളിൽ വെള്ളം വരണമെങ്കിൽ നല്ല സമ്മർദ്ദത്തിൽ, പ്രഷറിൽ വെള്ളം പമ്പ് ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായിട്ടും പൈപ്പ് പൊട്ടും. ആ പൊട്ടൽ പരിഹരിക്കാനുള്ള പ്രശ്നങ്ങളടക്കം പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ളൊരു പദ്ധതി നമുക്ക് തയ്യാറാക്കണം. നഗരസഭ അതിന് മുൻകൈ എടുക്കണം. നഗരസഭയുടെ ഉത്തരവാദിത്തമാണല്ലോ ഈ കാര്യങ്ങളിൽ ഇടപെടുക എന്നുള്ളത്. ഇപ്പോൾ കുടിവെള്ളം ഉൾപ്പെടെയുള്ള മാലിന്യ നിർമ്മാർജ്ജനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അവർക്ക് റോളുണ്ട്. എന്തെങ്കിലും പറ്റുമ്പോൾ ഉടനെ വാട്ടർ അതോറിറ്റിയുടെ കുഴപ്പമാണ്, ഗവൺമെൻറ്റിൻ്റെ കുഴപ്പമാണെന്ന് പറയുകയല്ല അവർ ചെയ്യേണ്ടത്. മറിച്ച് അത് പരിഹരിക്കുന്നതിന് ആവശ്യമായ ഇടപെടൽ നടത്തുക എന്നുള്ളതാണ്. ഞങ്ങൾ അങ്ങനെയാണ് നടത്തിയത്. അതുകൊണ്ടാണ് നഗരസഭയ്ക്ക് കിട്ടിയ പണം വെച്ചിട്ട് ഇത്രയും അധികം രൂപയുടെ പ്ലാന്റ് അവിടെ സ്ഥാപിക്കാൻ ഇടപെട്ടത്. കോൾ സെന്റർ സംവിധാനവും വന്നല്ലോ കുടിവെള്ളത്തിന് വേണ്ടി. ആണ് ഇത്രയും ഞാൻ മേയറായിരിക്കുമ്പോഴാണ് സ്മാർട്ട് ട്രിവാൻഡ്രം മൊബൈൽ ആപ്പ് വഴി നഗരത്തിൽ അനധികൃതമായി കുടിവെള്ളം വിതരണം ചെയ്തുകൊണ്ടിരുന്ന ആളുകളെയും സിവേജ് മാലിന്യം എടുത്തുകൊണ്ടിരുന്ന ആളുകളെയും ഒക്കെ ഒറ്റ കുടക്കീഴിൽ കൊണ്ടുവന്നത്. ആ സ്മാർട്ട് ട്രിവാൻഡ്രം മൊബൈൽ ആപ്പിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം വരികയാണ്, വീട്ടിലെത്തുകയാണ്. അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് 100ഓളം ടാങ്കറുകൾ ആ സിസ്റ്റത്തിലുണ്ട്. അപ്പോഴാണ് ഈ പരക്കം പായുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന സംഗതികൾ വെച്ചുകൊണ്ട് തന്നെ ഇത് പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അത് നഗരസഭയും ബന്ധപ്പെട്ടവരും ആലോചിച്ച് അതിന് പരിഹാരം കണ്ടെത്തണം. ഞങ്ങൾ MLA വരുന്ന നിലയിൽ തീർച്ചയായിട്ടും അത്തരം ഇടപെടലിനെ സഹായിക്കും. നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഞാൻ ചിലയിടത്തുനിന്ന് കേട്ടത്, എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമല്ല, വളരെ അടുപ്പമുള്ള ചിലരിൽ നിന്ന് ചീന്തിയെടുത്ത ഒരു സത്യം, അങ്ങൊരു ഗാന ആസ്വാദകനും ഗായകനും കൂടിയാണ്. ആദ്യ ഭാഗം ശരിയാണ്, രണ്ടാമത്തെ ഭാഗം ശരിയല്ല. അത് ഞാനൊരു താല്പര്യത്തിന് ഗാനാസ്വാദകനാണ്. അത് ആരുടെ പാട്ടുകളാണ് എന്നാണ്? അത് സ്വാഭാവികമായിട്ടും നമുക്ക് യേശുദാസിന്റെ ആണല്ലോ നമുക്ക് താല്പര്യം. അപ്പൊ എന്നെ ഈ പന്തളം ബാലൻ അദ്ദേഹം ഇഷ്ടഗാനം ചോദിച്ചപ്പോ ഞാൻ ഈ അമരത്തിലെ പാട്ടാണ് പറഞ്ഞത്. വികാരനഗോയുമായി പാടാൻ പറ്റുമോ? ഇല്ല, ഉള്ള ഇഷ്ടം കളയണ്ട. അപ്പൊ അദ്ദേഹം എപ്പോഴും ഈ കാര്യം വേറെ പാട്ട് പാടാൻ വന്നാൽ MLA ഇരിപ്പുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് ഇതാണെന്ന് പറയാറുണ്ട്. ചിത്രം വരയ്ക്കൊന്നും കേട്ടിട്ടുണ്ട്? ഇല്ല, അതില്ല. നമ്മുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമൊക്കെ വരയ്ക്കൊന്നുമില്ല, ചുവരെഴുതി ശീലമുള്ള. ശരി MLA, അപ്പോ അങ്ങ് സൂചിപ്പിച്ചതുപോലെ എത്ര വലിയ കൊലകൊമ്പന്മാർ വന്നാലും അത് നേരിടാനുള്ള കരുത്ത് വട്ടിയൂർക്കാവ് പോലെ ഒരു എപ്പോഴും LDF അനുകൂലമല്ലാതിരുന്ന ഒരു മണ്ഡലത്തിൽ അങ്ങേക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. അത് നേരത്തെ പറഞ്ഞ ഫേസ്ബുക്കിൽ മാത്രമല്ല,
പൊതുജനങ്ങൾക്കിടയിൽ തന്നെ വലിയ സ്വീകാര്യത നേടാൻ അങ്ങേക്ക് കഴിഞ്ഞതുകൊണ്ടാണ് എന്ന് പൊതുവിൽ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. കോർപ്പറേഷന്റെ ഭരണത്തിലും ഒക്കെയും അങ്ങേക്ക് അത് തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ട്. സർക്കാരിന്റെ വലിയ പിന്തുണ അതുകൊണ്ട് തന്നെ അങ്ങേക്ക് ലഭിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ വളരെ പ്രിയപ്പെട്ട ഒരു MLA കൂടിയാണ് എന്നാണ് ചില വേദികളിലൊക്കെ വൈകി എത്തിയാലും അദ്ദേഹം പോട്ടെ എന്ന് വെക്കാറുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ശകാരം കിട്ടാറുണ്ടോ? അല്ല, ശകാരമല്ല. അദ്ദേഹം ഇപ്പൊ മേയറൊക്കെ ആയിരുന്നപ്പോ നമുക്ക് ഇപ്പൊ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തിട്ട് മുഖ്യമന്ത്രി അടുത്ത പരിപാടിക്ക് പോകും. അതേ ചടങ്ങിൽ നമ്മളും ഉണ്ട്. അപ്പൊ നമ്മൾ അധ്യക്ഷ പ്രസംഗമോ അല്ലെങ്കിൽ ആശംസയൊക്കെ പറഞ്ഞിട്ട് വേണം അവിടെ എത്താൻ. അപ്പം സ്ഥിരമായിട്ട് വൈകി എത്തും. അപ്പൊ ഒരു വേദിയിൽ മുഖ്യമന്ത്രി ഇങ്ങനെ ഞാൻ നേരത്തെ എത്തി. മുഖ്യമന്ത്രി വാച്ച് നോക്കിയിട്ട് ഞാൻ വൈകി. അപ്പൊ തമാശ രൂപേണ അതേ ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പൊ അത് നമ്മൾ ഈ പറഞ്ഞ കണക്ക് നമ്മളും ഒരുപാട് പരിപാടികൾ എടുക്കുമല്ലോ, അങ്ങനെ സംഭവിക്കുന്നതാണ്. MLA ആയപ്പോ അതിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പൊ പരമാവധി അദ്ദേഹമൊക്കെ പങ്കെടുക്കുന്ന വേദിയിൽ കറക്റ്റ് തന്നെ എത്തണം. അത് ഒരു മോഡൽ തന്നെയാണ്. കാരണം മുഖ്യമന്ത്രി അദ്ദേഹം 5 മണി എന്ന് പറഞ്ഞാൽ 4:59 അവിടെ എത്തുകയാണ്. അപ്പൊ അത് പണ്ടൊക്കെ നമ്മൾ മുഖ്യമന്ത്രി മന്ത്രിമാരെയൊക്കെ കാത്ത് മണിക്കൂറുകൾ നിന്ന് പരിപാടി നടത്തുന്ന എത്രയോ അനുഭവങ്ങളുണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രീതി അദ്ദേഹം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു. നമുക്കൊക്കെ അനുകരിക്കാൻ പറ്റാവുന്ന ഒരു മോഡലാണ്. അപ്പൊ ആ തരത്തിൽ വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനവും മനോഹരമായി നടത്തിക്കൊണ്ട് കൂടുതൽ വട്ടിയൂർക്കാവിന്റെ സാധ്യതകളെ തിരിച്ചറിഞ്ഞ് ജനങ്ങൾക്ക് സഹായം നൽകാൻ അങ്ങേക്ക് സാധിക്കും എന്ന പ്രതീക്ഷ ജനങ്ങൾക്കും ഉണ്ടെന്ന് തോന്നുന്നു. ഈ പരിപാടിയിലേക്ക് വന്നതിലുള്ള സന്തോഷം കൂടി അറിയിച്ചുകൊണ്ട് നന്ദി MLA. താങ്ക് യു.